1347 വോട്ടിന് ലീഡ്. പാലയിൽ വീണ്ടും കാപ്പൻ പരിങ്ങലിലാവുന്നു എന്നുള്ള വിവരം വരുന്നു. പാലയിൽ ലീഡ് നില 193 മാത്രമാണ്. നോക്കൂ, LDF 58 ടോട്ടൽ നോക്കൂ, 77 57 4. ചേലക്കരയിൽ തൊടുമോ എന്നതാണ് ചോദ്യം. ചേലക്കരയിൽ നിന്ന് കുതിക്കുമോ പതുങ്ങുമോ? ഗുരുവായൂരിൽ ആരുടെ മതവർഗീയ പരാമർശങ്ങളും പ്രചരണവും വിലപ്പോയിട്ടില്ല. അവിടെ അക്ബർ തന്നെയാണ് ഗുരുവായൂരിൽ. തിരഞ്ഞെടുപ്പ് ചരിത്രമാണ് ഫ്ലക്സ് പ്രിന്റ് ചെയ്തെങ്കിൽ ആ ചരിത്രം തുടരും. ആ ചരിത്രം തുടരുക തന്നെ ചെയ്യും. കൊല്ലത്ത് ഇഞ്ചോടിഞ്ച് മത്സരം. UDF നില കുറയുന്നു. 476 വോട്ടായിട്ട് UDF വടകരയിൽ KK രമയുടെ ലീഡ് 2249. തലശ്ശേരിയിൽ കാരായി രാജൻ LDF 2881 വോട്ടിന്. രാമപുരത്ത് ഷോൺ ജോർജിന് മുന്നേറ്റം. പാലയിൽ രാമപുരത്ത് മാത്രം മന്ത്രി രാജൻ ലീഡ് നില വർദ്ധിപ്പിക്കുന്നു. 1503 ലീഡ് നില വർദ്ധിപ്പിച്ചിടത്താണ് അവിടെ കാപ്പന്റെ നില പരിങ്ങലായത്. ഷൊർണൂരിൽ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇടത് കോട്ടയായ ഷൊർണൂരിൽ നോക്കൂ 1509 വോട്ടിന് പി ഹരിഗോവിന്ദൻ മുന്നിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊരു ചെറുതരംഗമാണെന്ന് പറഞ്ഞത് ഒരു പക്ഷേ മാറ്റേണ്ടി വരും. കാരണം ചിറയിൻ കീഴിൽ അത് രമ്യ ഹരിദാസ് ഷൊർണൂരിലെ കണക്ക് ഞെട്ടിക്കുന്ന കണക്കാണ്. ഷൊർണൂരിൽ 1509 ഷൊർണൂരിൽ മമ്മിക്കുട്ടിയെ പിന്നിലാക്കി പി ഹരിഗോവിന്ദൻ 1509 വോട്ടുകൾക്ക് ഷൊർണൂരിൽ. ഇടതുകോട്ടയായ ഷൊർണൂരിൽ ഹരിഗോവിന്ദൻ മുന്നിലാണ്. മന്ത്രി രാജൻ അതുപോലെ ചാണ്ടി ഉമ്മൻ എല്ലാവരും ലീഡ് ചെയ്യുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ 4200 വോട്ടിന് ഏറ്റവും ആദ്യം ലീഡ് നില ഉയർത്തിയത് ചാണ്ടി ഉമ്മനാണ്. വളരെ കൺസിസ്റ്റന്റ് ആയ വോട്ടിന് നിലവിൽ ചാണ്ടി ഉമ്മൻ UDF പ്രതീക്ഷിച്ചതിലും 700 വോട്ടിന്റെ ലീഡാണ്. ആലക്കുടയിൽ UDF തുടക്കം മുതൽ ലീഡാണ് ഉയർത്തുന്നത്. തോമസ് ഉണ്ണിയാടൻ 271 വോട്ടിന്റെ ലീഡാണ്. നോക്കണ്ട. കല്യാശ്ശേരി മട്ടന്നൂർ ഒന്നും നോക്കണ്ട. കല്യാശ്ശേരിയിൽ LDF ലീഡ് ചെയ്യുന്നു. ചിറയൻകീഴിൽ UDF ലീഡ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. 153 വോട്ടുകൾക്ക് മുന്നിലാണ്. അതായത് രമ്യ ഹരിദാസ് ലീഡ്. കായംകുളത്ത് ലീഡ് തിരിച്ചു പോരാട്ടം. 80 UDF ലീഡ് ഉയർത്തുകയാണ്. പ്രേക്ഷകരെ, 80 UDF ലീഡ് ഉയർത്തുകയാണ്. 100 എത്തുമോ? പ്രതിപക്ഷ നേതാവ് പറയുന്ന കണക്കിലേക്ക് എത്തുമോ എന്നാണ്. 56 ഇടത്താണ്. നോക്കൂ, 5, 6, 56 ഇടത്താണ് ഇപ്പോൾ LDF നിൽക്കുന്നത്. അത് ഇടയ്ക്ക് പറയുമ്പോൾ എന്താണ് ഒരു ബുദ്ധിമുട്ട്? തളിപ്പറമ്പിൽ 1700 വോട്ടുകൾക്ക് LDF ലീഡ്. തളിപ്പറമ്പിൽ 1700 പയ്യന്നൂരും ശക്തമായി പറയൂ. ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ അരുൺ നോക്കണം, അതുപോലെ ശ്രീ ആന്റോ അഗസ്റ്റിൻ നോക്കണം. 80ലേക്ക് കല്യാണം റിപ്പോർട്ട് ചെയ്യുന്നത് തളിപ്പറമ്പിലും പയ്യന്നൂരിലും അട്ടിമറിയുടെ സൂചനകൾ. അതായത് ഈ റൗണ്ട് ഒന്നാമത്തെ റൗണ്ട് പിന്നിടുമ്പോൾ, 2 റൗണ്ടുകൾ പിന്നിടുമ്പോൾ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഇത്ര ലീഡ് പോരാ. അതിന്റെ അർത്ഥം തളിപ്പറമ്പിലും പയ്യന്നൂരിലും അട്ടിമറി ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതുപോലെ പ്രധാനമാണ് 2400 പിന്നിട്ടിരിക്കുന്നു എന്നാണ്. ഇരിക്കൂറിൽ 2393 വോട്ടിന്റെ UDF ലീഡ്. കണ്ണൂരിൽ അതോടുകൂടി 11 മന്ത്രിമാർ. എന്താണ് ഈ സൂചനകൾ ഡോക്ടർ അരുൺ? 11 മന്ത്രിമാർ പിന്നിലായിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. അപ്പോൾ ഒരു ഡസനിലേക്ക് കടക്കാൻ ഒരാൾ കൂടി വീണാൽ മതി. കണ്ണൂരിൽ VS ശിവകുമാർ അരുവിക്കരയിൽ മുന്നിലാണ് എന്നുള്ള വിവരമുണ്ട്. VS ശിവകുമാറും അരുവിക്കരയിൽ മുന്നിലാണ്. മൊത്തത്തിൽ നിങ്ങൾ നോക്കൂ, TO മോഹനൻ മുന്നിലാണ്. 3348 വോട്ടുകൾക്കാണ് കണ്ണൂരിൽ മുന്നിൽ. കൃത്യമായ സൂചനയാണ്, ചെറിയ കണക്കല്ല. 3348 എന്നുള്ള ചെറിയ കണക്കല്ല. മോഹനൻ മുന്നേറുകയാണ്. നെയ്യാറ്റിൻകരയിൽ K ആൻസിലാണ് മുന്നേറുന്നത് എന്നുള്ളതാണ്. അരുവിക്കരയിൽ VS ശിവകുമാർ 239 വോട്ടുകൾക്ക് മുന്നിൽ. നോക്കൂ, 82ആയി UDF ലീഡ്. 82 ഉയർത്തുമ്പോൾ LDF 54ലേക്ക് ചുരുങ്ങിയാണ്. 82, 54, 82, 54. ഡോക്ടർ 82, 54, NDA 4. ഒറ്റപ്പാലത്ത് PK ശശി ലീഡ് ചെയ്യുന്നു.
ഒറ്റപ്പാലത്ത് പി കെ ശശി ലീഡ് ചെയ്യുന്നു. ആദ്യ റൗണ്ടിലാണ് 648 UDF ആദ്യ റൗണ്ട് പൂർത്തിയാകുമ്പോഴാണോ ആദ്യ റൗണ്ട് പൂർത്തിയാകുമ്പോൾ 648 സൂചനയാണ് ഒറ്റപ്പാലത്ത് പി കെ ശശിയെ കൂട്ടുപിടിച്ചത് അല്ലെങ്കിൽ പി കെ ശശിയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് വെറുതെ ആയില്ല എന്നതിന്റെ UDF-ന്റെ പഞ്ചായത്തിലാണ് ലീഡ്. ഓക്കെ, ആദ്യ റൗണ്ടിൽ 648 വോട്ടിനാണ് പി കെ ശശി ലീഡ് ചെയ്യുന്നത്. കണ്ണൂരിൽ UDF ലീഡ് ചെയ്യുന്നില്ലേ, അത് LDF ശക്തി കേന്ദ്രമായ ചേലോറയിലാണ് ഇപ്പോൾ ലീഡ് എടുത്തിരിക്കുന്നത്. പി കെ പ്രവീൺ 1068 വോട്ടുകൾക്ക് കൂത്തുപറമ്പിൽ മുന്നിലാണ്. ബത്തേരിയിൽ പോസ്റ്റൽ വോട്ടിന്റെ ഒരു കെട്ട് കൽപ്പറ്റയിൽ മാറിയെത്തി. അരുവിക്കരയിൽ കുന്നത്തൂരിൽ ലീഡ് നിലനിർത്തുന്നു UDF. ഉല്ലാസ് കോവൂർ 4081 വോട്ട്.